ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മണക്കുട്ടിയല്ല കുഞ്ഞനാണ്. ഇത് പയറ് കളിക്കാൻ പോവാണ് ഞങ്ങൾ. ഒരു പയറിൽ രണ്ട് ഇറക്കിയിട്ടുണ്ട്, അത് പൊളിച്ചതാ. ഇത് വയൽപ്പയറാണ്. എന്നെ പയറിന്റെ പേര് പറഞ്ഞു കൊടുക്ക്. ചേനപ്പയർ എന്ന് പറയും നമ്മൾ. ചേനപ്പയറാണ് ഇത്. വയൽപ്പയറ് കൊണ്ടുവന്നതാ. നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ? നമ്മുടെ വീട്ടിൽ ലളിതമ്മ നട്ട് വളർത്തിയതാ. ഇതിൽ ഒടിയനും പൊളിയനും ഉണ്ട്. അതായത് ഒടിയനും പൊളിയനും എന്ന് വെച്ചാൽ പൊളിച്ചിങ്ങനെ ഇടുന്നതും ഉണ്ട്, പിന്നെ ഒടിച്ചിടുന്നതും ഉണ്ട്. മൂക്കാത്തതിനെ നമ്മൾ ഒടിയൻ എന്ന് പറയും, മൂത്തതിന് നമ്മൾ പൊളിയൻ എന്ന് പറയും. പൊളിയൻ പയർ ഒടിച്ചിടരുത്. ഈ പയറിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? പല നാട്ടിലും പല പേരായിരിക്കും പറയുക അല്ലേ? അങ്ങനെയാണ് പൊളിച്ച് ആ പയറും മണി മാത്രം നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കും. കടകളിൽ പയറിന് ഭയങ്കര പൈസയാട്ടോ. കടകളിൽ ഇത് കിട്ടും, പക്ഷേങ്കിൽ ഭയങ്കര പൈസയാണ്. കൂടുതലും നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഇത് വയലുകളിലൊക്കെ ഇങ്ങനെ ചേനേൻ്റെയും കപ്പയുടെയും ഒക്കെ ചുവട്ടിൽ ഇങ്ങനെ നട്ട് വളർത്തുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പയറിനെ വേവിക്കാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നാക്കിയ പയറിനെ ഇത് അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എന്താ ഇടാൻ പോകുന്നത്? ഉരുളക്കിഴങ്ങല്ല, ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിനെ പയർ വെന്തതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യും. പിന്നെ മീൻ ഇവിടെ പൊരിക്കുന്നുണ്ട്. അപ്പൊ ഇനി അത് ആയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇത് പയറും ചക്കക്കുരും മെഴുക്ക് വരട്ടി. പിന്നെ ഇതെന്ത് കറിയാ? അയല മുളകിട്ടത്. പിന്നെ പറ, കുഞ്ഞി അയല പൊരിച്ചത്. പിന്നെ മാങ്ങാണ്ടി അല്ല, കണ്ണിമാങ്ങ അച്ചാറ്. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഉപ്പേരിയൊക്കെ അല്ല, മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടിയിട്ട്. പയറ് കൂട്ടി കഴിക്ക്. എങ്ങനെയുണ്ട്? ഇങ്ങോട്ടേക്ക്. എങ്ങനെയുണ്ട്? സൂപ്പറാ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.